ബെല്ലി ഫാറ്റ് ഇത്ര വലിയൊരു പ്രശ്നമാണോ? കൊടവയർ ഇത്ര വലിയൊരു പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് കൊടവയർ കുറയാനായിട്ട് ഈ പറയുന്ന സംഗതികൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, ഇതൊക്കെ ഒഴിവാക്കിയേ പറ്റൂ, എന്നാൽ മാത്രമേ നിങ്ങളുടെ കൊടവയർ കുറയുള്ളൂ. ഒരു സംശയവും വേണ്ട. അതായത് കൊടവയർ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന, നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അമിതമായ കൊഴുപ്പ് നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുന്നു. ഓക്കെ, അതൊന്നു മാത്രമാണ് ഈ കൊടവയർ വരുന്നതിനുള്ള പ്രധാന കാരണം. അപ്പോൾ ആ അവസ്ഥയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ തുടർച്ചയായിട്ട് ഭക്ഷിക്കുക, യാതൊരു വ്യായാമവും ചെയ്യില്ല, ഇരുന്നുകൊണ്ടുള്ള ജോലി, രാത്രിയിലൊക്കെ 10 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങും, പകൽ സമയത്ത് 2-3 മണിക്കൂർ വീണ്ടും ഉറങ്ങും, വയറ് നിറയെ മൂക്കറ്റം ഭക്ഷണം കഴിക്കും, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളെ കഴിക്കൂ, മധുരപലഹാരങ്ങളെ കഴിക്കൂ, എണ്ണപ്പലഹാരങ്ങളെ കഴിക്കൂ, മാംസാഹാരങ്ങളെ കഴിക്കൂ, വയറ് നിറച്ച് ചോറ് കഴിക്കും, എന്നിട്ട് കൊടവയർ കുറയണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും അത് സാധ്യമാവില്ല. കൊടവയർ കുറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. രാത്രിയിൽ ഒരു 6-7 മണിക്കൂർ ബെഡിൽ കിടക്കാം, ബാക്കി സമയം മുഴുവൻ ഇരിപ്പിടം പോലും ഒഴിവാക്കി കഴിയാവുന്നത്ര നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓഫീസിലായാലും വീട്ടിലായാലും ഹാളിലായാലും ഫോണിൽ സംസാരിക്കുമ്പോഴായാലും TV കാണുമ്പോഴായാലും എന്തെങ്കിലും കാര്യമായിട്ട് ചിന്തകളിലായാലും നിങ്ങൾ നടന്നുകൊണ്ട് ചിന്തിക്കുക, നടന്നുകൊണ്ട് ഫോൺ ചെയ്യുക, നടന്നുകൊണ്ട് TV കാണുക, എപ്പോഴും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. നടത്തം വളരെ ആവശ്യമാണ്, അനിവാര്യമാണ്. കൊടവയർ കുറയുന്നതിന് കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള സെർവായി കിടക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്യുന്നു. ഈ കൊടവയർ ഉള്ളവർക്കെല്ലാം തന്നെ പൊതുവെ ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്, അമിത ശരീരഭാരവും അതുപോലെ തന്നെ പ്രമേഹവും വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാര് നിർബന്ധമായിട്ടും പകൽ ഉറങ്ങരുത്, രാത്രി കാലങ്ങളിൽ ഒരു 6 മണിക്കൂർ മാത്രം ഉറങ്ങുന്നത് ശീലാക്കുക. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നോൺ വെജ് നിർബന്ധമാണെങ്കിൽ ഫിഷ്, മത്സ്യം കറി വെച്ചോ ഗ്രില്ല് ചെയ്തോ ഒക്കെ കഴിക്കാം. എണ്ണയിലിട്ട് വറുത്ത് ഉപയോഗിക്കരുത്. മധുര പലഹാരങ്ങൾ കഴിക്കരുത്, മധുര രസം കഴിക്കരുത്. മധുരം ഒഴിവാക്കണം പൂർണ്ണമായിട്ട്. മധുരം ഒഴിവാക്കിയാൽ കൊടവയറൊക്കെ പെട്ടെന്ന് കുറയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞു വരും. അതായത് നിങ്ങളുടെ ഉറക്കം 6 മണിക്കൂറാക്കണം, പകൽ ഉറങ്ങാതിരിക്കണം, നടന്നുകൊണ്ടേയിരിക്കണം, മധുര പലഹാരങ്ങൾ കഴിക്കരുത്, അരി ആഹാരം കഴിക്കരുത്, വെണ്ണ, നെയ്യ്, തൈര് ഇത്തരം സംഗതികൾ കഴിക്കാതിരിക്കണം, മാംസാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ ഒഴിവാക്കണം. ഇതെല്ലാം ഒഴിവാക്കാമെങ്കിൽ തീർച്ചയായിട്ടും കൊടവയർ കുറഞ്ഞിരിക്കും. അതല്ലാതെ നിങ്ങൾ ഒരിടത്ത് തുടർച്ചയായിട്ടിരിക്കും, തുടർച്ചയായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും, എന്ത് മധുരം കിട്ടിയാലും കഴിക്കും, എന്ത് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും കഴിക്കും, വ്യായാമം തീരെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ കൊടവയർ കൂടിക്കൊണ്ടേയിരിക്കും. യാതൊരു സംശയമില്ല. കൊടവയർ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് അമിത ശരീരഭാരം, പ്രമേഹം, ഹൃദ്രോഗം, ഹൈ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇത്തരം രോഗാവസ്ഥകൾ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കൊടവയർ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, മറ്റു പല രോഗാവസ്ഥകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരക്കാർക്ക് ഹെർണിയ, ഇൻഗ്വൈനൽ ഹെർണിയ, അംബ്ലിക്കൽ ഹെർണിയ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൈറോയിഡ് പ്രോബ്ലംസ്, സ്ത്രീകളെ സംബന്ധിച്ച് ഡിലേഡ് മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവക്രമക്കേടുകൾ, PCOD, PCOS, ഒവേറിയൻ സിസ്റ്റ്, അർബുദ സാധ്യത പോലും ഉണ്ട് അമിത ശരീരഭാരവും അമിതമായിട്ട് കൊടവയറുള്ളവർ. അതുകൊണ്ട് കൊടവയർ കുറയ്ക്കണം, ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിത്യേന പരിശീലിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.